Dear students, welcome to Hindi Chamber. ഞാൻ ബാബുയൻ പനിക്കൽ. കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയർ BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പോയട്രി ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പോയട്രി ടെസ്റ്റുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് കാവ്യതാര, മറ്റൊന്ന് പഞ്ചരംഗ്. അത് ലോങ് പോയമാണ്. 3 പോയം അതിലുണ്ട്. പഞ്ചരംഗിൽ ലോങ് പോയം 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് വഹ് ഫിർ ജി ഉഠി എന്ന് പറയുന്ന ആ ലോങ് പോയം. ശ്രീ നാഗാർജുന്റെ വളരെ പ്രസിദ്ധമായ ഒരു സരളമായ ലോങ് പോയമാണ്. ഹിന്ദി ചേംബറിലൂടെ കേരള യൂണിവേഴ്സിറ്റിയുടെയും ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയും BA ഹിന്ദി മെയിൻ ചാപ്റ്റേഴ്സും വളരെ വ്യക്തമായിട്ട് മലയാളം എക്സ്പ്ലനേഷനോടുകൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പഞ്ചരംഗ് എന്ന് പറയുന്ന ലോങ് പോയട്രിയിൽ 3 പോയംസ് ആണുള്ളത്. ആദ്യത്തേത് വഹ് ഫിർ ജി ഉഠി എന്ന് പറയുന്നത് അത് നാഗാർജുന്റെ വളരെ പ്രസിദ്ധമായ ഒരു പോയമാണ്. ആ പോയമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പോയം ലൈൻ ബൈ ലൈൻ പോയം എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കുക എന്ന് പറയുന്നതും വളരെ പ്രയാസമാണ്. അതുകൊണ്ട് വൗഫിർ ജി ഉഡി എന്ന ആ പോയത്തിന്റെ സാരാംശമാണ് നമ്മൾ ഇന്ന് ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ആ സാരാംശം നോക്കാം. നാഗാർജുൻ की പ്രകൃതി ചിത്രൻ പ്രധാന ലംബി കവിത ഹേ വഹുഫിർ ജി ഉഡി. ശ്രീ നാഗാർജുന്റെ പ്രകൃതി രമണീയമായ ഒരു ലോങ് പോയമാണ് വഹുഫിർ ജി ഉഡി എന്ന് പറയുന്നത്. പ്രസ്തുത കവിതാമേ കവി एक ऊबड़ खाबड़ पहाड़ी प्रदेश के परिवेश को अपनी सरल सहज शैली में ചിത്രാങ്കിത് करता है. ഈ കവിതയില് കവി ഒരു നിമ്നോന്നതമായ പർവ്വത പ്രദേശത്തിന്റെ ചുറ്റുപാടുകളെ വളരെ ലളിതമായ സ്വാഭാവികമായ ശൈലിയിൽ വർണ്ണിച്ചിരിക്കുന്നു. एक पहाड़ी नदी इस इलाके को समृद्ध और उपजाऊ बनाकर समस्त जीव जंतुओं को संतोष प्रदान करके बह रही थी. ഒരു പർവ്വത നദി ആ പ്രദേശത്തെ വളരെ സമൃദ്ധമാക്കിക്കൊണ്ട് വളരെ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ട് മുഴുവൻ ജീവജന്തുക്കൾക്കും സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഉസ് നദി കാ ജൽ ഐസാ സ്വച്ഛ് और निर्मल था कि किनारों पर खड़े जामुन, गूलर, पलाश, आम, महुआ, नीम आदि पेड़ उसमें सदा अपने चेहरे का പ്രതിബിംബ് ദേഖാ കർത്തേ ഥേ. ആ നദിയിലെ ജലം വളരെ സ്വച്ഛവും വളരെ നിർമ്മലവുമായിരുന്നു. എത്രത്തോളം? അതായത് അതിന്റെ സൈഡിൽ നിന്നിരുന്ന ജാമുൻ അഥവാ ഞാവൽ മരം, ഗൂലർ അഥവാ അത്തിമരം, ആം മാവുകൾ, പിന്നെ മഹുവ ഇരിപ്പമരം, നീമ്പ് വേപ്പ് മുതലായ വൃക്ഷങ്ങൾ തങ്ങളുടെ മുഖം എപ്പോഴും നോക്കിക്കൊണ്ടേയിരുന്നത് ഈ നദിയിലെ ജലത്തിലായിരുന്നു. അപ്പോൾ നദിയുടെ സമീപത്ത് ഉള്ള എല്ലാ വൃക്ഷങ്ങളുടെയും നിഴൽ ആ വെള്ളത്തിൽ ഭംഗിയായി കാണാമായിരുന്നു എന്നാണ് അർത്ഥം. പാനി കെ അന്തർ തൈർത്തി മച്ചലിയാംധി, വെള്ളത്തിൽ നീന്തി കളിക്കുന്ന മത്സ്യങ്ങളുണ്ടായിരുന്നു. അവർ കച്ചാരോം പർ ധ്യാനമഗ്ന ബഗുലോം और ബധക്കും की കതാരേം, അതിന്റെ സൈഡിലായിട്ട് എപ്പോഴും ധ്യാനമഗ്നരായിരുന്ന കൊക്കുകളുടെ നിരകളും കാണാമായിരുന്നു. ഉസ് നദി കെ ദോനോം കിനാരോം പർ ബീച്ച് ബീച്ച് മേ കൈ ആബാദ് ഗാവ് ബസേ ഥേ, ആ നദിയുടെ ഇരു കരകളിലുമായിട്ട് ധാരാളം ജനസാന്ദ്രതയുള്ള ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ആസ് പാസ് കെ ഗാവോം കെ ലട്കെ പാനി കെ അന്തർ ചലാങ്ക് ലഗാത്തെ ഥേ, സമീപത്തുള്ള ഗ്രാമങ്ങളിലെ ആൺകുട്ടികൾ ആ നദിയിൽ വന്ന് തുള്ളിച്ചാടി കളിച്ചിരുന്നു. അവർ ചോക്കരിയാം തടുക്കി ശിലാവും പർ ബൈഠക്ക് ദേർ തക്ക് കഹാനിയാം സുൻതി, പെൺകുട്ടികളാവട്ടെ നദീതീരത്തുള്ള ശിലകളിൽ വന്നിരുന്ന് കഥകൾ പറയുകയും കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. നദീസെ സബുക്കു പ്യാർ ഹി പ്യാർ മിൽത്താ ഥാ, ആ നദിക്ക് എല്ലാവർക്കും സ്നേഹം മാത്രമാണ് നൽകാനുണ്ടായിരുന്നത്. മനുഷ്യ ഹി നഹി ദൂസരെ ജീവജന്തു ഭി ബഹുത്ത് ഖുശ് ഥേ, മനുഷ്യര് മാത്രമല്ല മറ്റുള്ള ജീവജന്തുക്കളും വളരെ സന്തുഷ്ടരായിരുന്നു. ഗാവോമേം ബസനെ വാലെ ലോഗോം കെ ലിയെ വഹ് നദി സഹേലി ഭി ഥി, പ്രൈസി ഭി ഥി और सुख दुखों की साधिन भी थी.
സമീപ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ആ നദി ഒരു കൂട്ടുകാരിയും ഒരു ഭാര്യയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സുഖ ദുഃഖങ്ങളുടെയും കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരിയുമായിരുന്നു. കിന്തു ഏക് ദിൻ ഏകായേക് ഉസ്കോ ഘമണ്ഡ് കാ ബുഖാർ ചढ़ गया. പക്ഷേ എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ആ നദിക്ക് അഹങ്കാരത്തിന്റെ പനി പിടിച്ചു. അവർ വഹ് അഗഡ് ഗയി, അങ്ങനെ അവൾ അഹങ്കാരിയായി മാറി. കാരൻ പൂച്ച് ഗയാത്തോ ബതാനിക്കോ വഹ് തയ്യാർ നഹീ ഹുയി. കാര്യം ചോദിച്ചപ്പോൾ പറയാൻ അവൾ തയ്യാറായില്ല. ആഖിർ വഹ് കങ്കട് फेंकने वालों, रात भर के उपयोग के बाद बासी माला फेंकने वालों और नाखग पानी तथा तड़को बर्बाद करने वाले सांड जैसे जानवरों की शिकायत करने लगी. അവസാനം നദിയിലേക്ക് കല്ലുകൾ വലിച്ചെറിയുന്നവരെയും രാത്രി മുഴുവനും ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ദുർഗന്ധം വമിക്കുന്ന മാലകൾ മുതലായവ തന്നിലേക്ക് വലിച്ചെറിയുന്നതും അതുപോലെ വെള്ളം വളരെ മോശമാക്കുന്നതും തീരത്ത് വളരെ മോശമാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളും കാളകൾ കൊമ്പുവച്ച് കുത്തി തന്റെ സൈഡിലുള്ള മണ്ണുകൾ എല്ലാം കുത്തിയെറിയുന്നതും എല്ലാം അവൾ ആവലാതിയായി പറഞ്ഞു. ജാമുൻ ഔർ ഗൂലർ കി ബൗനെ പേട് ഭി ഉസ്കി ഖില്ലി ഉഡാ രഹി ഥി. ഞാവൽ മരങ്ങളും അത്തിമരങ്ങളും ഒക്കെ അവളെ കളിയാക്കുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. ഏക് ബാർ ഏക് ചോക്കരീനെ ഉസ് പർ ഇസ് പ്രകാർ കങ്കട് മാരാക്കി ഉസ്കി ആംഖേം തക്ക് ഫൂട്ട് ഗയി ഹോത്തി. ഒരു ദിവസം ഒരു പെൺകുട്ടി ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ ആ നദിയുടെ കണ്ണിന് കേടുപാടുകൾ ഉണ്ടായി. ആഖിർ തങ്കാക്കർ ദൂസരോ കി ഖാദിർ ആകെ അപ്പനി ദേഹ് കോ ന ഗലാനെ കാ നിർണയ നദി ലേ ലേത്തി ഹേ ഔർ ബഹന ബന്ദ് കർ ദേത്തി ഹേ. അവസാനം മറ്റുള്ളവരുടെ പ്രവൃത്തി ദോഷങ്ങൾക്ക് തന്റെ ദേഹത്തെ അവൾ ഇനി ചലിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ നദി തന്റെ ജലം ഒഴുക്ക് നിർത്തിക്കളഞ്ഞു. നദി ക പ്രവാഹ് രുക് ഗയാത്തോ പാനി ഗന്ധ ഹോ ഗയ. നദിയിലെ പ്രവാഹം നിലച്ചപ്പോൾ വെള്ളം ദുർഗന്ധം വമിക്കുന്നതായി തീർന്നു. ലോകോംനെ ഉസോർ ചാങ്കന തക്ക് ചോട് ദിയ. അങ്ങനെ ആളുകൾ തിരിഞ്ഞുപോലും നോക്കാതെയായി നദിയിലേക്ക്. ഉസ്കെ പ്രാൺ സൂഖുകയെ. അങ്ങനെ നദിയുടെ പ്രാണൻ നഷ്ടപ്പെട്ടു, അഥവാ നദി വറ്റി വരണ്ടു. ആസ്പാസ് കെ ലോഗോം കെ ബീച്ച് ഖബർ ഫൈൽ ഗയി കി. സമീപത്തുള്ള ആളുകളിൽ വാർത്ത വരുന്നത് ഇപ്രകാരം: നദിക്ക് മൗത്ത് ഹുയി, നദി മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു. നദിക്ക് മൃത്യു പർ സബ് ചിന്തിത് ഹോകെ. നദിയുടെ മരണത്തിൽ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. അബ് നദിക്ക് അന്തർ സേവാർ ഹി സേവാർഥ. ഇപ്പോൾ ആ നദിയിൽ പായൽ തന്നെ പായൽ. പ്യാസെ പശു പക്ഷി കഹി ഓർ ജാനി ലഗെ. വിശപ്പ് ദാഹവും ഒക്കെയുള്ള പക്ഷിമൃഗാദികൾ വേറെ സ്ഥലം അന്വേഷിച്ച് പോയി. നദിക്ക് അന്തർ പാനിക്ക് സ്ഥാൻ പർ കേവൽ കീച്ചടി ഹി കീച്ചെടുത്ത. നദിയുടെ ഉള്ളിൽ വെള്ളത്തിന് പകരം കേവലം ചെള്ള തന്നെ ചെള്ള. നദി കാ ഘമണ്ഡ് ബെച്ചാരെ മേണ്ഡകോं को ज्यादा झेलना पड़ा था. നദിയുടെ അഹങ്കാരം പാവം തവളകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരുന്നു. മേണ്ഡകോനെ അപ്പന ദുഃഖ് ഹവാസെ കഹ. തവളകൾ തങ്ങളുടെ ദുഃഖം വായുവിനോട് അറിയിച്ചു. ഹവാനെ സൂര്യക്ക് കിരണോം സേ ഔർ സൂര്യക്ക് കിരണോനെ ബാദലോം സെ കഹ. വായു സൂര്യകിരണങ്ങളോട് അറിയിച്ചു, സൂര്യകിരണങ്ങൾ മേഘങ്ങളെ അറിയിച്ചു. അങ്ങനെ തോ ഏക് രാത് ബാദലോനെ നദിക്ക് അന്തർ പ്രാണക സഞ്ചാർ കർ ദിയ. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ മേഘങ്ങൾ നദിയുടെ ഉള്ളിലേക്ക് പ്രാണൻ വർഷിച്ചു കൊടുത്തു, അഥവാ ശക്തമായി മഴ പെയ്തു. छोटी छोटी लहरों के जरिए छोटी छोटी खुशियां बांधते वह नदी फिर जी उठी. ചെറിയ ചെറിയ തിരമാലകളും ചെറിയ ചെറിയ സന്തോഷങ്ങളും പങ്കുവെച്ച ആ നദി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. യഹ് ഖുശ്ഖബരി സുൻകർ ഫിർ സേ ലോഗോം കാ വഹാ മാന ജാന ശുരു ഹുവ. ഈ സന്തോഷ വാർത്ത അറിഞ്ഞ് ആളുകൾ വീണ്ടും അവിടേക്ക് വരവ് പോക്ക് ആരംഭിച്ചു. തട്വർത്തി ഗാവും കി ചോക്രിയാം. സമീപത്തെ ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾ ഔർ ചോക്കരെ ആൺകുട്ടികൾ ഉല്ലാസ് കെ സാത്ത് നദി പ്രവാഹുമേ മുലച്ചനെ കൂതനെ ലഗെ.
ഉല്ലാസത്തോടുകൂടി നദിയിലെ പ്രവാഹത്തിൽ തുള്ളിക്കളിക്കുവാൻ വീണ്ടും തുടങ്ങി. കിനാരോം കെ പേട് പൗധോം കോ ഫിർസെ അപ്പന ആയി നാ മില. അങ്ങനെ സമീപത്ത് ഉണ്ടായിരുന്ന വൃക്ഷലതാദികൾക്ക് വീണ്ടും തങ്ങളുടെ കണ്ണാടി സ്വന്തമായി. വാസ്തവമേ നദീ ക ഘമണ്ട് രാത്തോം രാത്ത് ബഹുഗയാഥ. യഥാർത്ഥത്തിൽ നദിയുടെ അഹങ്കാരം രാക്കിരാമാനം നഷ്ടപ്പെട്ടു അഥവാ ഒഴുകിപ്പോയിരുന്നു. അബയഹ് നദി കബീനഹിം സൂഖേഗി. ഇനി ഈ നദി ഒരിക്കലും വറ്റുകയില്ല, വരണ്ടു പോവുകയില്ല. യഹ് ചഞ്ചൽ സരിത ആകെ ജാൻമാരു നഹി ഹോഗി. ഈ ചഞ്ചല സരിത ഇനി ഒരിക്കലും ഒരു ജാൻമാരു ആവില്ല അഥവാ ജീവൻ അപായപ്പെടുത്തുന്നവളാവുകയില്ല. ബൽക്കി നേരെ മറിച്ച് ജീവൻ ദായിനി ഹോഗി, ജീവൻ കൊടുക്കുന്നവളായി തീരും. इस प्रकार वह तटवर्ती गांवों के लोगों और जीव जंतुओं को जीवन का अमृत देती हुई फिर जी उठी. ഇപ്രകാരം സമീപത്തുള്ള ഗ്രാമങ്ങളിലെ ആളുകൾക്ക് ജീവൻ പ്രദാനം ചെയ്യുകയും ജീവിത അമൃതം നൽകിക്കൊണ്ടും അവൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നാഗാർജുനന്റെ ബഹുഫിർ ജിയുഡി എന്ന് പറയുന്ന ആ ലോങ് പോയം. ആ ലോങ് പോയത്തിന്റെ സമ്മറിയാണ്, സാരാംശമാണ് നമ്മളിപ്പോൾ കണ്ടത്. 16 മാർക്കിന് ചോദിക്കുമ്പോൾ ആ ലോങ് പോയത്തിന്റെ സമ്മറി നമുക്ക് എഴുതി കൊടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.